നമസ്കാരം ഡാവിഞ്ചി സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ടീൽ ഓറഞ്ച് ലെറ്റ്, അതായത് കളർ ഗ്രേഡിങ്ങിൻ്റെ ലെറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം, അപ്ലൈ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. സിമ്പിളാണ്. നമ്മൾ ആദ്യം തന്നെ ഒന്ന് കാണിച്ചു തരാം. ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ കുറച്ച് ഫുട്ടേജ് അതിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബേസിക് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിചാരിക്കുന്നു. അറിയാത്തിട്ടുണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ വെബ്സൈറ്റിലുള്ള ലിങ്ക് ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തുക. അവിടെ എഡിറ്റിംഗ് ഡെസ്ക് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അതിൻ്റെ അകത്ത് എന്താണ് സിമ്പിളായിട്ട് നമുക്ക് ഒരുവിധം എല്ലാ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ വീഡിയോസ് ഉണ്ട്. ഡാവിഞ്ചിയുടെ ഒക്കെ പ്രത്യേകം തന്നെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടു നോക്കുക. എന്താ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഫോളോ ചെയ്ത് പോരുക. അപ്പോൾ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ വന്ന് ഇങ്ങനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് സൈറ്റിൽ ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 1 by 1 ഓർഡർ എന്ന് പറയില്ല, അതുപോലെ ഓരോ സെപ്പറേറ്റ് ആക്കിയൊക്കെ ഓർഡർ ആക്കി വെച്ചിട്ട് അങ്ങനെ ഞാൻ 3-4 വീഡിയോസ് ഇവിടേക്ക് ആഡ് ചെയ്തേ. അപ്പോൾ സിമ്പിളാണ്. ഞാനൊന്നുമില്ല, ലെറ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഈ ലെറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളർ ഗ്രേഡിങ് തന്നെയാണ് ലെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ലെറ്റ് എല്ലാ ടോണിലും ഒരേപോലെ അപ്ലൈ ആവില്ല. ചില നമ്മളെടുത്ത ഫുട്ടേജുകൾക്ക് വ്യത്യാസമുണ്ട്. ഇപ്പം തന്നെ ഞാൻ ഈ എടുത്ത ഫുട്ടേജിന് ആപ്റ്റ് ആയിരിക്കില്ല ഒരു പക്ഷേ ഈ ഒരു ഫുട്ടേജ് ഇല്ലേ ഞാനിപ്പോൾ എടുക്കുന്നത്, ഇത് ആപ്റ്റ് ആയിരിക്കില്ല ഈ കളറ്. അതിന് പകരം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയിൽ ഒക്കെ അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ല. അതിനനുസരിച്ച് ലെറ്റുകളും അതിനനുസരിച്ച് മാറും കേട്ടോ. ടീൽ ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക ഫേമസ് ആയൊരു കളർ ഗ്രേഡാണ്. അപ്പോൾ ഞാൻ അതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചിട്ട്, അപ്പോൾ ആദ്യം ഈ ഒരു ഫുട്ടേജിലേക്കാണെങ്കിൽ ജസ്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ സ്റ്റൈലും മാറിയുണ്ട്, ഒരു പ്രത്യേക സ്റ്റൈലേക്ക് വന്നില്ലേ. ഈ ആളുകളൊക്കെ ഉള്ള, അതായത് നീലയും ഒക്കെ വരുന്ന ടീൽ എന്ന് പറയുമ്പോൾ ഏകദേശം കണ്ടോ ഒരു പ്രത്യേക ഭംഗിയായില്ലേ. ഈ ഒരു ഫുട്ടേജാണ്. ഈ ഫുട്ടേജ് പ്ലേ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ദാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക്. അതുപോലെ ഈ ഒരു കളറിലേക്ക് വരുമ്പോൾ കണ്ടോ അടിപൊളിയായില്ലേ. ഈ ഒരു ഫുട്ടേജ് നോക്കിക്കോ, അത്ര ഭംഗി ഉണ്ടാവില്ല. എന്നാലും കുഴപ്പമില്ല, ആ പച്ചയാണ് കൂടുതൽ വരുന്നത്. ടീൽ ഓറഞ്ചിൽ കൂടുതൽ നീലയും അതുപോലെ ഓറഞ്ചും കളറുകൾ നമ്മളെ സ്കിൻ ടോണുകളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ ഭംഗി. ഇത് നോക്കിക്കോ, കണ്ടോ ഒരു ഫിലിം ലുക്കിലേക്ക് വന്നില്ലേ പെട്ടെന്ന്. അടുത്ത ടോൺ നോക്കിക്കോ, കണ്ടോ ഇത് കണ്ടോ സാധാരണ ഫുട്ടേജാണ്. അവിടേക്ക് ടീൽ ഓറഞ്ച് വരുമ്പോൾ ആ മൊത്തത്തിലൊരു ഭയങ്കരമായ ഒരു ലുക്കിലേക്കാണ് വരുന്നത്. നമുക്ക് കൂടുതലും ഈ ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ, കല്യാണ വീഡിയോസിലൊക്കെ ചെയ്യുന്ന നേരം ഭയങ്കര ലുക്കാവും. ഇവനെ നോക്കിക്കോ, കണ്ടോ. പിന്നെ ഇത് നല്ലൊരു സിനിമാറ്റിക് ലുക്കിലേക്ക് കിട്ടും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടുന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഇതെങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇവിടെ ലെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ ടൈം ലൈനിലാണെങ്കിൽ നേരെ കളർ ഗ്രേഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ലെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ലെറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ ടീൽ ഓറഞ്ച് അല്ലെങ്കിൽ ഡാർക്ക് വുൾഫ് ടീൽ ഓറഞ്ച് എന്ന് പറഞ്ഞൊരു പേരിലാണ് ഞാൻ സേവ് ചെയ്തേക്കുന്നത്. ആ ഒരു പേരിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതാക്കട്ടെ, ഒരു മിനിറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ ഈ വീഡിയോ ഉള്ളതുകൊണ്ട് കാണാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു ഐക്കൺ ഉണ്ട് അവിടെ ഗിയറിൻ്റെ, ഈ ഗിയർ ഐക്കൺ ഉണ്ടോ സെറ്റിങ്സിൻ്റെ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണെന്നാലും പറയാണ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. അവിടെ കളർ മാനേജ്മെൻറ്റിന് ഓപ്ഷൻ കാണാൻ പറ്റും. 1, 2, 3 ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ അതിൽ ഓപ്പൺ ലെറ്റ് ഫോൾഡർ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇവിടെയാണ് കുറേ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലുക്കപ്പ് ടേബിളിൻ്റെ അകത്ത് ഓപ്പൺ ലെറ്റ് ഫോൾഡർ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ്സ് ഉള്ളൊരു ഫോൾഡറിലേക്കാണ് എത്തുക. ഇവിടെ എന്ത് ചെയ്യുക, ഇത് ഓപ്പൺ ആക്കി വെക്കുക. ഇനി നേരെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ വെബ്സൈറ്റിലുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ് എത്തുക. അതിൽ എഡിറ്റിംഗ് ഡെസ്ക് എന്നുള്ള പേജിൻ്റെ അകത്ത് ഡാവിഞ്ചി റിസോൾവിൽ കയറി കഴിഞ്ഞാൽ അതിൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഗ്രേഡിങ്ങിൻ്റെ മാത്രമാണ് ചെയ്യുന്നത്, കളർ ഗ്രേഡിങ്ങിൻ്റെ. ഇപ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത വീഡിയോസും ബേസിക്കൊക്കെ ലെഫ്റ്റ് സൈഡിലായിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഈ വീഡിയോയുടെ ഒരു ഐക്കൺ കാണാൻ പറ്റും, ഒരു തംബ്നെയിൽ. അതിന് താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ലെറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് തൊട്ട് മുന്നേ ആയിട്ട് 15 ലെറ്റ്സ് ഫ്രീ ഉണ്ട് ബാക്കിലായിട്ട്, അതും വേണമെങ്കിൽ നോക്കാം. പിന്നെ മുകളിലായിട്ടൊക്കെ ലെറ്റിൻ്റെ ഇവിടെയൊക്കെ കുറേ പാക്കുകളുണ്ട്, കളർ ഗ്രേഡിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, നോക്കുക. ഓക്കെ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. ഇപ്പോൾ ഇതുപോലെ ഏതെങ്കിലും അൺസിപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഫയലിനൊന്ന് അൺസിപ്പ് ചെയ്യാം. സിപ്പ്ഡ് ഫയലായിട്ടാണ് വരിക. അതിനൊന്ന് അൺസിപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വെച്ച് അൺസിപ്പ് ചെയ്യാം. വിൻഡറൊക്കെ പോലത്തെ സോഫ്റ്റ്വെയറല്ലേ. ഓക്കെ, അതിൻ്റെ അകത്ത് ഈ ഒരു ഫയൽ ഉണ്ടാവും. ഓക്കെ, ഇനി ഡാവിഞ്ചി ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ആ ഒരു ഫോൾഡർ ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ഇതിൻ്റെ സെയിം നെയിമിൽ ഡാർക്ക് വുൾഫ് ടീൽ ഓറഞ്ച് എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്താണ് ഡാർക്ക് വുൾഫ് ടീൽ ഓറഞ്ച് എന്ന്, അതായത് ഈ സെയിം പേരിൽ തന്നെ ഡാർക്ക് വുൾഫ് ടീൽ ഓറഞ്ച് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കുക. ഞാൻ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇതിനെ ഈ ഒരു ഫയലിനെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് എക്സ്ട്രാക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് റീപ്ലേസ് വയ്ക്കുന്നത്, അല്ലെങ്കിൽ റീപ്ലേസ് ഉണ്ടാവില്ല. നേരെ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, അത്രയുള്ള സിമ്പിളാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും തിരിച്ച് ഡാവിഞ്ചിയിൽ തന്നെ വരിക.
കളർ ഗ്രേഡിങ്ങിൻ്റെ പാനൽ തന്നെ വരിക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടീൽ ഓറഞ്ച് എന്ന് പറഞ്ഞൊരു ഫോൾഡർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീഫ്രഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ വരും എന്നറിയോ, ഡാർക്ക് ഉൾഫ് ടീൽ ഓറഞ്ച് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ അപ്പിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഫോൾഡറിൻ്റെ അകത്ത് ഈ ഒരു ലെറ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരെ ഇവിടുന്ന് ഡ്രാഗ് ചെയ്യുക, ഈ ഒരു ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്ലൈ ആയില്ലേ. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ഏത് ഫുട്ടേജിലേക്കാണ് ആഡ് ചെയ്യേണ്ടത് അവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, സിമ്പിളായിട്ട് അപ്ലൈ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.